ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്ക് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകുന്ന വിവാദ നിയമം പാസാക്കിയതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ആളിപ്പടരുന്നു. അറബ് ഇസ്ലാമിക ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ ഒന്നടങ്കം ഈ നീക്കത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പലസ്തീൻ ജനതയെ വംശീയമായി അടിച്ചമർത്താനുള്ള ഇസ്രായേലിന്റെ ഗൂഢ നീക്കമാണിതെന്ന് ഈ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഖത്തർ, ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയമാണ് സംയുക്തമായി ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ തകർക്കുന്നതാണ് ഇസ്രായേലിന്റെ പുതിയ നിയമനിർമ്മാണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പോരാളികളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തിയെന്ന വ്യാജേന നടപ്പിലാക്കുന്ന ഈ നിയമം സത്യത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രിമാർ പ്രസ്താവനയിൽ പറഞ്ഞു. പലസ്തീൻ ജനതയുടെ അടിസ്ഥാന അവകാശങ്ങളെ നിഷേധിക്കുന്ന ഈ നിയമനിർമ്മാണം അടിച്ചമർത്തലിന്റെ തെളിവാണെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു. ഒരു ജനതയെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പ്രദേശം കൈക്കലാക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ നിയമം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് ജോർദാൻ മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക സ്ഥിരതയെ ഇത് ബാധിക്കുന്നുവെന്നും കൂടുതൽ രക്തച്ചൊരിച്ചിലിന് ഈ നീക്കം കാരണമാകുന്നുവെന്നും ജോർദാൻ വിദേശകാര്യമന്ത്രി അയൽ രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ഓർമ്മിപ്പിച്ചു. നീതിയുക്തമായ വിചാരണ പോലുമില്ലാതെ പലസ്തീനുകളെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അധികാരം ഇസ്രായേലി സൈന്യത്തിന് നൽകുന്നതാണ് ഈ നിയമം. ഇസ്രായേൽ തടങ്കലിലുള്ള ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും ആശങ്കപ്പെടുന്നു. ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വിവേചനപരമായ ഇത്തരം നയങ്ങൾ ഇസ്രായേലിനെ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തും. രണ്ട് രാഷ്ട്ര പരിഹാരം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഇസ്രായേൽ ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുകയാണെന്ന് ഈജിപ്ത് കുറ്റപ്പെടുത്തി. ഇന്തോനേഷ്യയും പാകിസ്ഥാനും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം ലോകം ഒന്നടങ്കം പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുമെന്നും ഇത്തരം കരിനിയമങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അവർ പ്രഖ്യാപിച്ചു. UAE വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കേണ്ട സമയത്ത് ഇത്തരം പ്രകോപനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് UAE വ്യക്തമാക്കി. തുർക്കി ഈ നിയമത്തെ മനുഷ്യത്വരഹിതം എന്നാണ് വിശേഷിപ്പിച്ചത്. നെസറ്റ് എടുത്ത ഈ തീരുമാനം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരിഗണനയിൽ വരേണ്ട വിഷയമാണെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി പറഞ്ഞു. പലസ്തീനികൾക്കെതിരെയുള്ള വംശഹത്യയുടെ തുടർച്ചയാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. പലസ്തീനികളെ ലക്ഷ്യമിട്ടുള്ള വിവേചനപരമായ നയങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നത് ലോകരാഷ്ട്രങ്ങളുടെ പൊതുവായ ആവശ്യമാണ്. എന്നാൽ തീവ്ര വലതുപക്ഷ സർക്കാരിന് കീഴിൽ ഇസ്രായേൽ കൂടുതൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഇസ്രായേൽ ജയിലുകളിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന പലസ്തീൻ തടവുകാരുടെ അവസ്ഥ അതീവ ദയനീയമാണെന്ന് ഖത്തർ ചൂണ്ടിക്കാട്ടി. പുതിയ വധശിക്ഷാ നിയമം വരുന്നതോടെ തടവുകാരെ കൊന്നൊടുക്കാനുള്ള ഔദ്യോഗിക ലൈസൻസായി ഇത് മാറുമെന്നും അവർ ഭയപ്പെടുന്നു. പലസ്തീൻ അതോറിറ്റി ഈ നിയമത്തെ ഭീകര നിയമമെന്നാണ് വിളിച്ചത്. ഇസ്രായേലിനെതിരെ പോരാടുന്നവർക്ക് മരണശിക്ഷ നൽകുന്നത് പലസ്തീൻ പ്രതിരോധത്തെ തകർക്കാനാണെന്നും എന്നാൽ അത് ജനങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുകയുള്ളൂവെന്നും അവർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് അറബ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ച ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇസ്രായേലിനുള്ളിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പോലും ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുമെന്നും ജൂതരാഷ്ട്രത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണെന്നും അവർ വാദിക്കുന്നു. പലസ്തീൻ പ്രദേശങ്ങളിൽ നിലവിൽ നടക്കുന്ന കുടിയേറ്റ വ്യാപനത്തിന് ആക്കം കൂട്ടാൻ ഈ നിയമം സഹായിക്കുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ജനങ്ങളെ ആട്ടി ഓടിക്കാനും അവർക്കെതിരെ നിയമപരമായ കൊലപാതകങ്ങൾ നടത്താനും സൈന്യത്തിന് ഇനി എളുപ്പമാകും. മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ ഈ നീക്കം വലിയ തിരിച്ചടിയാണ്. വിശ്വസ്തത തകർക്കുന്ന ഇത്തരം നടപടികൾ ചർച്ചകളെ അപ്രസക്തമാക്കുന്നു. ഇസ്രായേൽ തടങ്കലിലുള്ള പലസ്തീൻ തടവുകാരെ മോചനത്തിനായി ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വധശിക്ഷാ നിയമം പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരാനാണ് പലസ്തീൻ സംഘടനകളുടെ തീരുമാനം. വിദേശകാര്യമന്ത്രിമാരുടെ ഈ സംയുക്ത പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അവസാനമായി പലസ്തീൻ ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ ഈ കരിനിയമം പുതിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ശബ്ദങ്ങളെ വധശിക്ഷയിലൂടെ നിശബ്ദമാക്കാൻ കഴിയില്ലെന്ന് അറബ് ലോകം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു.